ഈ നമ്മുടെ മട്ടാഞ്ചേരി എന്ന പേര് നൽകിയത് തന്നെ ജൂതന്മാരാണ്. അവരുടെ ഹിബ്രു ഭാഷ പ്രകാരം മട്ടാഞ്ചേരി എന്ന് പറഞ്ഞാൽ സമ്മാനം കിട്ടിയ തെരുവ് എന്നാണ് അർത്ഥം. ഈ മട്ടാഞ്ചേരിക്ക് ആ പേര് നൽകിയത് ജൂതന്മാരാണ്. അതുപോലെ ഇതിന്റെ അകത്ത് നമ്മുടെ മട്ടാഞ്ചേരി പാലസ് വരുന്നുണ്ട്. നമ്മുടെ ഡച്ച് പാലസ് എന്നറിയപ്പെടുന്ന മട്ടാഞ്ചേരി പാലസ്. ഈ പോർച്ചുഗീസുകാർ ആദ്യം ഇവിടെ വന്ന സമയത്ത് എന്ത് ചെയ്തു, നമ്മുടെ ചില അമ്പലങ്ങൾ അവർ കൊള്ളയടിച്ചു, ചിലർ ചേർന്നിട്ട്. പിന്നീട് ഈ വിവരം വാസ്കോഡഗാമ അറിഞ്ഞപ്പോ എന്ത് ചെയ്തു, ആ തെറ്റിന് ക്ഷമാപണമായിട്ട് നമ്മുടെ രാജാവിന് ഒരു കൊട്ടാരം നിർമ്മിച്ചു നൽകാൻ പറഞ്ഞു. ആ കൊട്ടാരമാണ് നമ്മുടെ മട്ടാഞ്ചേരി പാലസ്. ഓക്കെ. പിന്നെ ഇതിന്റെ അകത്തായിട്ട് സെന്റ് ഫ്രാൻസിസ് ചർച്ച് വരുന്നുണ്ട്. നമ്മുടെ വാസ്കോഡഗാമയെ അടക്കം ചെയ്ത പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് ചർച്ച്. ഇതിന്റെ അകത്തായിട്ട് നമ്മുടെ ഇന്ത്യൻ നേവിയുടെ മ്യൂസിയം വരുന്നുണ്ട്. ഇതിന്റെ അകത്തായിട്ട് ഡച്ച് സിമെട്രി വരുന്നുണ്ട്. ഇതിന്റെ അകത്തായിട്ട് നമ്മുടെ ദ്രോണാചാര്യ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി വരുന്നുണ്ട്. ഇവിടെ തന്നെ ആയിട്ടാണ് നിങ്ങൾ നമ്മുടെ മനോഹരമായ ഫോർട്ട് കൊച്ചി ബീച്ച് സ്ഥിതി ചെയ്യുന്നതും ഈ ഏരിയയുടെ അകത്താണ്. പിന്നെ ഇതിന്റെ അകത്തായിട്ട് എന്റെ ഭാര്യ വീട് സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിന്റെ അകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് എല്ലാ ട്രിപ്പിലും പ്രത്യേകം അനൗൺസ് ചെയ്യണമെന്ന് അവള് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് കേൾക്കാൻ ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ വന്ന് നിൽക്കുന്നിരിക്കും. ഓക്കെ, ഇനി ഇല്ല, ഇന്ന് കാണാനില്ല. നമ്മുടെ ക്രൂസിന്റെ റൈറ്റ് സൈഡില് നിങ്ങൾ ആ കണ്ടോ, അതാണ് റോറോ സർവീസ്. റൈറ്റ് സൈഡിൽ നേരെ നോക്കിയ ഒരു ഫെറി സർവീസ് കണ്ടോ, ജങ്കാറ് പോലെ വാഹനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു. ഈ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ആ കാണുന്ന വൈപ്പിലേക്ക് വെറും 10 മിനിറ്റിന്റെ അകത്ത് അവർ ക്രോസ് ചെയ്ത് തരും. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് നോക്കിക്കുക. ഇനി നിങ്ങൾ ഇത് റോഡ് വഴി വരണമെങ്കിൽ കായലിനെ ചുറ്റി ഏകദേശം 23 കിലോമീറ്റർ യാത്ര ചെയ്യണം. അത് വെറും 10 മിനിറ്റിന്റെ അകത്ത് ഇവർ ക്രോസ് ചെയ്ത് തരും. നിങ്ങൾ ആ 23 കിലോമീറ്റർ യാത്ര ചെയ്യാനുള്ള സമയം ഒരു പക്ഷേ ഇവരുടെ ക്യൂവിൽ നിന്ന് പോകും, എങ്കിലും പെട്രോൾ കത്തിക്കാതെ ഇവരിവിടെ എത്തിച്ചു തരും. ഓക്കെ. ഇനി രണ്ട് സൈഡിലായിട്ടും വലകൾ കണ്ടോ നിങ്ങള്? ഇതാണ് നമ്മുടെ ചീഞ്ഞവല. ഇതാണോ കൊച്ചുകാരി ചീഞ്ഞവല? ഇതാണ് നമ്മുടെ ചീനവലകൾ വരുന്നത്. ഓക്കെ. സോ ചൈനീസ് ഫിഷിംഗ് നെറ്റ് എന്ന് പറയും. ഇതില് പിടിക്കുന്ന മീനുകളൊക്കെ അവരിവിടെ ഫ്രഷ് ആയിട്ട് വിൽക്കാറുണ്ട്, നമ്മുടെ ഫോർട്ട് കൊച്ചിയിലും മറ്റുമൊക്കെ. ഓക്കെ. ഇനി ഇപ്പൊ ഇതാണ് നമ്മുടെ അഴിമുഖം വരുന്നത് കേട്ടോ. ഇവിടെയാണ് കായലും കടലും ഒന്നാകുന്ന പോയിന്റ് ആണ് ഇത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി അറബിക്കടലാണ്. ഇവിടെ നിന്നാണ് അറബിക്കടൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമ്മുടെ ഗൈഡിങ്ങിലെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ക്രൂസിന്റെ മറ്റൊരു കാര്യമുണ്ട്. 1524 ആര് മരണപ്പെടുന്നത്? വാസ്കോഡഗാമ ഫോർട്ട് കൊച്ചിയിൽ വെച്ചിട്ടാണ് മരണപ്പെടുന്നത്. അദ്ദേഹത്തെ അടക്കം ചെയ്തത് ഞാൻ പറഞ്ഞ സെന്റ് ഫ്രാൻസിസ് പള്ളിക്കകത്ത്, ഇതിന്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന സെന്റ് ഫ്രാൻസിസ് പള്ളിക്കകത്ത് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. പക്ഷെ നമ്മൾ അധികം പേരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ബോഡി റിമൈനിങ്സ് ആ പള്ളിക്കകത്തില്ല. കാരണം അദ്ദേഹത്തെ അടക്കം ചെയ്ത് 14 വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു, പോർച്ചുഗീസ് അതോറിറ്റീസ് ആ ബോഡി റിമൈനിങ്സ് അദ്ദേഹത്തിന്റെ ജന്മഭൂമിയിലോട്ട് കൊണ്ടുപോയി. ഓക്കെ. ഇനി ഗൈഡിങ്ങിലെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ക്രൂസിന്റെ റൈറ്റ് സൈഡിലായിട്ട് മുന്നോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ 2 വലിയ ടാങ്കുകൾ കണ്ടു. ഒരുപാട് മുന്നോട്ട് നോക്കണം. റൈറ്റ് സൈഡിൽ കുറച്ച് ഫ്രണ്ടിലായിട്ട് നോക്കിയാൽ 2 വലിയ ടാങ്ക് കാണാം. ഏകദേശം ഒരു ഫുട്ബോൾ സ്റ്റേഡിയം കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി അതിലൊരു ടാങ്കിന് തന്നെ വരും. 1,55,000 കിലോലിറ്റർ ആണ്. പ്ലാസ്റ്റിക് പ്രൂഫ് മെറ്റീരിയൽ ഉപയോഗിച്ച് അവർ നിർമ്മിച്ചതാണ്. നമ്മുടെ ഖത്തറിൽ നിന്ന് ഇപ്പൊ നമ്മൾ LNG ഗ്യാസ്, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഇമ്പോർട്ട് ചെയ്തിട്ട് ഈ ടാങ്കിന്റെ അകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ വീടുകളിലേക്കൊക്കെ പൈപ്പ് ലൈനിന്റെ വെള്ളം വരുന്നില്ലേ? ഇല്ലേ? അതുപോലെ ഇനി എല്ലാ വീടുകളിലേക്കും പൈപ്പ് ലൈനിൽ ഗ്യാസ് സപ്ലൈ ചെയ്യാനുള്ള ഗവൺമെന്റിന്റെ ഗെയിൽ പദ്ധതി എന്ന് കേട്ടിട്ടുണ്ടോ? ഗെയിൽ പദ്ധതി. ആ പദ്ധതിയുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ പ്രൊജക്ട്. ഇവിടെ ഓൾറെഡി സപ്ലൈ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താ ശരി, അമ്മച്ചിമാരുടെ മുഖത്തൊക്കെ ഭയങ്കര സന്തോഷം. ഓക്കെ. സോ ഇനി എന്ത് ചെയ്യണ്ട, കുറ്റി തീർന്നാലും സുമേശന്റെയും സുന്ദരേശന്റെയും ഒന്നും വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്താൽ മതി, ടാപ്പ് തുറന്നാൽ മതി. വെള്ളം വരുന്ന പോലെ ഗ്യാസ് വരും, അതേപോലെ ബില്ലും വരും. അതാണ് ആ പദ്ധതി. ഓക്കെ. സോ കമ്പാരിറ്റീവ്ലി വളരെ ചീപ്പാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെയൊക്കെ ആളുകൾക്ക് ഓൾറെഡി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. സോ എന്തായാലും ഇനി ഈ ഒരു വൈബ് കുറച്ച് നമ്മളൊരു 2 മിനിറ്റ് കൂടി ഒന്ന് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നമ്മുടെ ശരിക്കും കടലിന്റെ വൈബ് അറിയാൻ പറ്റും. സോ ഇതിന് കാഴ്ചകളും കാര്യങ്ങളും അതുപോലെ എല്ലാതുമായിട്ട് നിങ്ങളുടെ ഇനി നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. സോ ആട്ടും പാട്ടും കാഴ്ചകളൊക്കെ ആയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ നല്ലൊരു മെമ്മറി ആകട്ടെ ഈ ഒരു യാത്ര എന്നുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദിസ് ഇസ് ജാഫിൽ സൈനിങ് ഓഫ്. താങ്ക് യു ഗൈസ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. സോ ഇനി കടലിലേക്കുള്ള ഈ ഒരു മനോഹരമായ ഒരു യാത്ര എങ്ങനെ വേണം? ഇങ്ങനെ ഇരുന്ന് പോയാൽ മതിയോ? ഇങ്ങനെ ഇരുന്നാൽ മതിയോ?
അപ്പൊ തിരിച്ചു പോകുമ്പോ മാഡം ആ കസേരയും കൂടി വീട്ടിൽ കൊണ്ടുപോകണം. ഒരു ടിക്കറ്റിന്റെ കൂടെ ഒരു ചെയർ ഫ്രീ. പിന്നെ ഈ സൈഡിൽ ആ കമ്പിയിലൊക്കെ പിടിച്ചിരിക്കുന്ന ആളുകളൊന്ന് മനസ്സിലാക്കണം, ആ കമ്പി വളയില്ല. വന്നപ്പോ മുതൽ ആ ചേട്ടൻ അതീ പിടിച്ച് വളച്ചുകൊണ്ട് വെക്കണേന്ന് കണ്ടോ. നല്ലൊരു കൈഡി കൊടുത്തു നമ്മൾ ആ ചേട്ടന്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്ന് അടിച്ചു പൊടിക്കണ്ടേ? എന്നാ എല്ലാരും ഒന്ന് എഴുന്നേറ്റെ, എവിടെയാണ് എല്ലാരും ഒന്ന് എഴുന്നേറ്റെ. ആ കടലിലെത്തി എന്നുള്ളതിന്റെ ആ ഒരു ഫീലിങ്സ് ഒക്കെ നമുക്കൊന്ന് അറിയണ്ടേ? എങ്ങനെയുണ്ട് എഴുന്നേറ്റ് വന്നിട്ട്? ഒരു ചെറിയൊരു ആട്ടമൊക്കെ ഇല്ല. അപ്പൊ ഈ ചെയറൊക്കെ ഒന്ന് നീക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്ന് അടിച്ചു പൊളിക്കാനുള്ള ഒരു സ്പേസ് ആണ്. ഓക്കെ, അപ്പൊ ഒരു ചെറിയൊരു ആട്ടമൊക്കെ ഇല്ലേ? അപ്പൊ പാട്ടിന്റെ കൂടെ ഡാൻസ് ഒന്നും കളിക്കേണ്ടി വരുമല്ലോ, തന്നെ ഡാൻസ് ചെയ്തു. അപ്പൊ റെഡിയാണോ? ഓരല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു മലയാളീസ് കൈയടിക്കാതെ അതിന് പകരം എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമുക്ക് നല്ലൊരു അടിച്ചു പൊളിപ്പാട്ട്.